റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ആരാണ് ഉസ്മാൻ തങ്ങളെന്നറിയുമോ? മസ്ജിദുൽ നബവിയിലേക്ക് കടന്നു ചെന്നിട്ട് ആ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും മക്കളും സ്വഹാബികളും കിടക്കുന്ന ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹ് ഒരാറടി മണ്ണ് അവിടെ തരണേ അല്ലാഹ്. നമ്മളിൽ പലരും ആഗ്രഹിച്ചു പോകുന്ന ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടന്നുറങ്ങുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്തെന്നറിയോ? വല്ലാത്ത ലജ്ജയാ. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. ഉസ്മാൻ തങ്ങളെ പോലെ ലജ്ജയുള്ള ഒരു മനുഷ്യനും ഈ ദുനിയാവിലില്ല. കാരണം വല്ലാത്ത ലജ്ജയായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ദീനിലേക്ക് നാലാമതായിട്ട് കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. പടച്ചറപ്പേ, ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ, നബിയുടെ കൈ തൊട്ട കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് 82ാമത്തെ വയസ്സിലാണ് ഉസ്മാൻ തങ്ങൾ ഷഹീദാകുന്നത്. പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഉസ്മാൻ തങ്ങൾ തന്റെ കൈ കൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ തൊട്ട കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ഉസ്മാൻ തങ്ങൾ സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും തൊട്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് ചരിത്രം അറിയുമോ? ഉസ്മാൻ തങ്ങളുടെ ചരിത്രം അറിയുമോ? ആരാധകയുടെ മടിത്തൊട്ടിൽ നീക്കുകയാണ്, ആയിഷാ ബീവിയുടെ മടിയിൽ കിടക്കുകയാ. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുന്നത്. ആരാ കടന്നു വരുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി അതുപോലെ കിടക്കുകയാണ്. ആയിഷാ ബീവിയുടെ മടിയിൽ കിടക്കുകയാണ്. അവിടുത്തെ കമീസിന്റെ തുണി പൊങ്ങിയിരിക്കുകയാണ്. റസൂലുള്ളാഹി അതുപോലെ കിടന്നു. അബൂബക്കർ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് വന്നിരുന്ന് സംസാരിച്ചു. കിടന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. കുറേ സമയം കഴിഞ്ഞു. വീടിന്റെ വാതിലിൽ രണ്ടാമതും സലാം കേൾക്കുകയാ. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിങ്ങൾ കടന്നു വരികയാണ്. റസൂലുള്ളാഹി എഴുന്നേറ്റില്ല, വസ്ത്രം നേരെയിട്ടില്ല. അതുപോലെ തന്നെ ഭാര്യയുടെ മടിയിൽ കിടന്നു. ഉമർ തങ്ങളും അന്ന് മുത്തുനബിയുടെ ചാരത്തിരുന്ന് സംസാരിച്ചു. അവിടുന്ന് സലാം പറഞ്ഞ് തിരിച്ചുപോയി. പക്ഷേ മൂന്നാമതും കവാടത്തിൽ സലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അതുപോലെ കിടന്നിരുന്ന ഭാര്യയുടെ മടിയിൽ വെച്ചിരുന്ന തലയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഉയർത്തുകയാണ്. വസ്ത്രം അവിടുന്ന് നേരെ പിടിച്ചിടുകയാണ്. ആരാ കടന്നത് വന്നത്? ഉസ്മാൻ തങ്ങളാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. പ്രവാചകന്റെ ചാരത്തിരുന്ന് സംസാരിച്ച് തിരിച്ചുപോയി. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നബിയേ എന്റെ വാപ്പ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ. ആയിഷാ ബീവി റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തല വെച്ചിട്ട് നബിതങ്ങൾ കിടക്കുകയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കമീസ് ഒരൽപ്പം പൊങ്ങിയിരുന്നു, ഔറത്ത് വെളിവായിട്ടൊന്നുമില്ല. അപ്പൊ അബൂബക്കർ തങ്ങൾ വന്നപ്പോ മുത്തി നബി അതുപോലെ തന്നെ കിടന്നു. ആയിഷ ബീബി ചോദിച്ചു, എന്റെ ഉപ്പ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ല, വസ്ത്രം നേരെ ഇട്ടില്ല. ഉമർ തങ്ങൾ വന്നു, അപ്പോഴും എഴുന്നേറ്റില്ല, വസ്ത്രം നേരെ ഇട്ടില്ല. ഈ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ എന്തിനാ എഴുന്നേറ്റേ?